ബ്രസ്റ്റ് ക്യാൻസർ ഏതൊരു സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്താലും നമുക്ക് ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് എ പോസിബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ക്യൂർ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇസ് എ എൻഡോക്രൈൻ ആൻഡ് ബ്രസ്റ്റ് സർജൻ, a lady surgeon, Dr. Lakshmi Radhakrishnan. But when a young woman gets breast cancer, there are a lot of issues. There are social issues, family issues, a lot of things that she has to go through. You say how bad, I would say how good it can be also. The patient should have hope that she has come to someone for treatment and she will be cured. Being a good human is more important when you are a doctor. Hello and welcome to another episode of Med Ventures. ഇന്നത്തെ എപ്പിസോഡ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് എപ്പിസോഡ് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ബ്രസ്റ്റ് ക്യാൻസർ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇസ് എ എൻഡോക്രൈൻ ആൻഡ് ബ്രസ്റ്റ് സർജൻ, എ ലേഡി സർജൻ, ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണൻ, ചീഫ് കൺസൾട്ടൻറ്റ് അറ്റ് ജെം ഹോസ്പിറ്റൽ, പർവട്ടാനി. മാഡം, വെൽക്കം ടു അവർ ഷോ. Thank you. ഇപ്പൊ മാഡം, ഞാൻ സർജൻ ഫസ്റ്റ് ഒരാളുടെ മനസ്സിൽ വന്നാൽ, ജനറൽ പബ്ലിക്കിന്റെ മനസ്സിൽ വന്നാൽ സർജൻ എന്ന് പറഞ്ഞ ഒരു ആണായിരിക്കും അല്ലെങ്കിൽ ഒരു മെയിൽ ആയിരിക്കും. എങ്ങനെയാണ് മാഡം ഈ ഒരു സർജറി ഫീൽഡ് ചൂസ് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ സർജറി എടുക്കുന്നുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് ഫീമെയിൽ സർജൻസ് നൗ. ഇനീഷ്യലി ഒരു സിനാരിയോ ഉണ്ടായിരുന്നു, ലൈക്ക് ആണുങ്ങളായിരുന്നു കൂടുതലായിട്ട് സർജറി എടുത്തിരുന്നത്. ആൻഡ് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊരു സർജന്റെ അടുത്ത് പോകുമ്പോൾ ദർ വർ ഓൺലി മെയിൽസ്, സോ ദർ വാസ് ഓൺലി എ മെയിൽ സർജൻ. ബട്ട് അതിൽ വരുന്ന ഒരു പ്രോബ്ലം, എസ്പെഷ്യലി സൊസൈറ്റിയിൽ വരുന്ന പ്രോബ്ലം, ദർ ആർ എ ലോട്ട് ഓഫ് ഫീമെയിൽസ് who have problems and they don't go to a surgeon because they are male. So that should change in the society. Like a doctor is a doctor. Doctor aanayalum oru stree ayalum, they are trained to treat men and women equally. Right. So that concept should change in the society. Like they should be more approachable to both men and women. Doctor ആണ്, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും go to a doctor. So there should not be a stigma among women. Right. But still when there is a female who is a surgeon, I think females would be more comfortable. കുറച്ചും കൂടി ഒരു അപ്രോച്ചബിൾ ആയിട്ട് അവർക്ക് തോന്നാം. അപ്പം ബട്ട് സ്റ്റിൽ ദ പിക്ചർ ഇസ് നൗ ചേഞ്ചിങ്. എ ലോട്ട് ഓഫ് വിമൻ ആർ ടേക്കിംഗ് അപ്പ് സർജറി. ഒരുപാട് സ്ത്രീകൾ സർജറി ബ്രാഞ്ച് എടുക്കുന്നുണ്ട്. ആൻഡ് ഐ ആം പ്രൗഡ് ടു റെപ്രസെന്റ് വിമൻ. ലൈക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു സർജറി വിഭാഗത്തിൽ ഒരാളാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ എന്തുകൊണ്ടാണ് ഞാൻ സർജറി എടുത്തത്? ലൈക്ക് എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ഡേയ്സ്, എൻ്റെ MBBS ഡേയ്സിൽ I was exposed to an environment in which surgeons were excellent. അവർക്ക് നല്ല എംപത്തി ഉണ്ടായിരുന്നു. ലൈക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സർജറി ഡിപ്പാർട്ട്മെന്റ്. അവിടുന്നാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് ടു ടേക്ക് അപ്പ് സർജറി. സോ ഇഫ് ടു മെൻഷൻ വൺ പേഴ്സൺ, ഐ തിങ്ക് ഇറ്റ് വുഡ് ബി പ്രൊഫസർ അബ്ദുൽ സിയാദ്. ഹി വാസ് എൻ എക്സംപ്ലറി പേഴ്സൺ. ഒരുപാട് എംപത്തി, പേഷ്യൻസിനോട് ഒരുപാട് എംപത്തി ഉള്ള ഒരു ആളായിരുന്നു. ആൻഡ് അക്കാഡമിക് എക്സലൻസ്, ഒരുപാട് നോളജ് ഉള്ള ഒരാളായിരുന്നു. സോ എൻ്റെ ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് ഡേയ്സിലും ഹൗസ് സർജൻസിക്കും എല്ലാം എനിക്ക് സാറിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാറിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഹി വുഡ് ബി വൺ പേഴ്സൺ ഹു ഹാസ് ഗൈഡഡ് മീ ടു ടേക്ക് അപ്പ് സർജറി. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ അച്ചീവ്മെന്റ് ഫോർ മീ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോ മാഡം എപ്പോഴും ചെറുപ്പത്തിൽ ആലോചിച്ചായിരുന്നു മാഡം ഒരു ഡോക്ടറായി തീരുന്നുള്ളൊരു ആംബിഷൻ ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു? ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ പറയില്ല. ഐ വാസ് ഓപ്പൺ ടു ഓൾ ഓപ്ഷൻസ്. ലൈക്ക് എന്തൊരു ഓപ്ഷൻ ആയാലും ഐ വാസ് ഓപ്പൺ ടു ഇറ്റ്. ബട്ട് ഇൻ ഫൈനൽ ലൈക്ക് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ലൈക്ക് ഡോക്ടർ ആവുമ്പോൾ നമുക്ക് പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്, അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ലെവലിൽ മാത്രമല്ല, ലൈക്ക് ആൾക്കാർക്കുള്ള പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ആ ഒരു സമയത്താണ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി മൈ പേരൻസ് വെർ ഓൾസോ മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ. ദേ ഇൻസ്പയർഡ് മീ. They would give me maximum support for my taking up MBBS is definitely not a easy task. Like there is a lot of preparation involved in it. Right. And to tackle all that, ഒരുപാട് സമയത്ത് ആ ഒരു
ബുദ്ധിമുട്ടും എല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് എൻ്റെ പേരൻസും എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം ഫോർ ദെയർ സപ്പോർട്ട്, ഡ്യൂ ടു വിച്ച് ഐ കുഡ് ടേക്ക് അപ്പ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് മൈ കരിയർ. I'm sure that your parents and Dr. Abdul Siyar would be really proud of you at the current position you are in, and must be definitely ഇനി ഡോക്ടർ ലക്ഷ്മി ഉയരത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം I'm sure it's always there for them. So congratulations to you. താങ്ക് യു. ഇപ്പൊ മാഡത്തിനെ പറ്റി ഒന്ന് ഒരു ജനറൽ റിസർച്ച് ചെയ്തപ്പോ മാഡം യുവർ അലുമിന യുവർ സ്റ്റുഡന്റ് ഓഫ് എയിംസ് ഡൽഹി. എങ്ങനെയാണ് മാഡം എയിംസിലേക്ക് എത്തിയത്? സോ ബേസിക്കലി എൻ്റെ MS കഴിഞ്ഞ സമയത്താണ് ലൈക്ക് എന്ത് സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യണം, വാട്ട് ബ്രാഞ്ച് ഷുഡ് ഐ ഫോക്കസ് ഓൺ എന്നുള്ളൊരു ചിന്ത വന്നത്. So during my MS days, I was exposed to a lot of patients with breast cancer, Right. and also thyroid problems. So breast cancer ആയിട്ട് വരുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ലൈക്ക് എന്തൊക്കെയാണ് അവരുടെ ചാലഞ്ചസ്, ഹൗ ക്യാൻ വി ട്രീറ്റ് ദം, അതിൽ എനിക്ക് ഫോക്കസ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ഓൾസോ ഗോട്ട് ടു നോ അബൌട്ട് പീപ്പിൾ ഹു ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ ബ്രസ്റ്റ് സർജറി, who are doing a lot of newer techniques in breast surgery and improving the quality of life in these patients. അപ്പം അങ്ങനൊരു ഐഡിയ എനിക്ക് വന്നത് MCH ബ്രസ്റ്റ് ആൻഡ് എൻഡോക്രൈൻ സർജറി എന്നൊരു കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോഴാണ്. ആക്ച്വലി മൈ ഹസ്ബൻഡ് ഇസ് ഓൾസോ എ സർജൻ and he took up MCH and minimal access surgery at AIIMS, and it was 1 year after that then I thought there is an option of breast and endocrine surgery at AIIMS. So why not? Like, we can work together and we can be in the department. So then we discussed the possibilities, but there were a lot of challenges. Like, I was having a small boy. My son was 2.5 years old. Okay. And it was the peak of COVID, like in 2020. Actually, in 2020, I had gone for the exam and I had secured a seat. Right. But it was the COVID peak and my son was very little. And so I didn't take up that seat. Nice. But because of a lot of issues, we are not prepared. Right. So അത് കഴിഞ്ഞിട്ട് 2021 then I prepared again, and then I again qualified, and when I got the seat I was prepared to join Right. MCH breast and endocrine surgery. So definitely my husband being there was a support. Right. Like, he was already there, so there was a backup for me. Right. And he motivated me, like, I am already interested in this, so this is a very good opportunity, and that is why I had taken up MCH breast and endocrine surgery. ഇപ്പോൾ എയിംസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ആൻഡ് അവിടെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് കൾച്ചറാണെന്ന് കേട്ടിട്ടുണ്ട്. സർജറി ഫീൽഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഫീൽഡിൽ മാഡത്തിന്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരിക്കും? സോ എയിംസ് ഡൽഹിയിലുള്ള റുട്ടീൻ, ലൈക്ക് എവറിബഡി ദെയർ, അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് വെരി ഹെക്ടിക്. ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ആ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ, വെൻ വി ഗോ ത്രൂ ഇറ്റ്, ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പോഷർ. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നേടാനുണ്ട്, ഒരുപാട് അറിവ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് വെരി ഹെക്ടിക്, ആൻഡ് എസ്പെഷ്യലി വിത്ത് എ ഫാമിലി, വിത്ത് എ ചൈൽഡ്, ടു മെയിൻറ്റെയിൻ ദ ഷെഡ്യൂൾ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. But with my family support, like with my husband, my mother, my family, they supported me throughout. Right. And that is why I could go through it. And looking back, I would think like it was such a tremendous experience for me. But at the end of it, it has definitely helped. And the experience that I have got there, my mentor was Professor V. Sino. He was the pioneer of breast surgery in India. He was credited with the first sentinel lymph node biopsy from India. Nice. And എയിംസിൽ ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ ഫീൽഡിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു ഉന്നത വ്യക്തിയാണ്. സോ പ്രൊഫസർ സീനു സാറിന്റെ അടിയിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി. ആൻഡ് ഓൾസോ ദ എൻഡോക്രൈൻ സർജറി പാർട്ട്, ഇറ്റ് വാസ് എ വെരി ഹൈ വോളിയം ലാപ്രോസ്കോപ്പിക് സെന്റർ. So in all aspects, breast and endocrine surgery I could cover there in AIIMS. Okay. So I think at the end of the day, that is what is essential. So, ഈ ഒരു ബ്രസ്റ്റ് ആൻഡ് എൻഡോക്രൈൻ സർജറി എന്ന് പറഞ്ഞ ബ്രാഞ്ച്, ഇതൊരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാഞ്ച് ആണോ? ഇസ് ഇറ്റ് സംതിങ് അപ്കമിങ്, ഈ ഒരു സ്പെഷ്യലൈസേഷൻ? so basically endocrine surgery as such a specialization ഉണ്ടായിരുന്നു. Like
there are places like Madras Medical College, CMC Vellore, AIMS Delhi, STPJ. There are centers where there is endocrine surgery MCH that deals with thyroid, parathyroid, adrenal, neuroendocrine tumors of the pancreas. അങ്ങനെയുള്ള ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിൽ വരുന്ന ട്യൂമേഴ്സ്, അതിന്റെ ഡിസീസസിനെ പറ്റിയിട്ടെല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എൻഡോക്രൈൻ സർജറി. Now, AIMS Delhi was the first institution to start breast and endocrine surgery. So there is a comprehensive breast cancer care along with endocrine surgery. So adil breast cancer and benign breast diseases, breast എന്നൊരു ഓർഗനിലുള്ള സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നത് ഇന്ത്യയിലെ എയിംസ് ഡൽഹിയിലാണ്. So and it is very effective. Like breast is one organ, especially in breast cancer. There is a lot of research. ഒരുപാട് അപ്ഡേഷൻസ് വരുന്ന ഒരു ഫീൽഡാണ് ബ്രസ്റ്റ് ക്യാൻസർ കെയർ. അപ്പൊ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നതിൽ ഹാറ്റ്സ് ഓഫ് ടു എയിംസ്, ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് കോഴ്സ് which specializes both in breast and endocrine surgery. So it is an upcoming branch now. AIMS Rishikesh has also started breast surgery, and Jammu has also started. So there are places that are now taking up breast and endocrine surgery, but it has to come up. Right. ഇപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? The course is for 3 years. 3 വർഷത്തെ കോഴ്സാണ്. There you will have comprehensive training in both breast related diseases, breast cancer, and also endocrine surgery, thyroid, parathyroid, adrenal, lot of diseases. അപ്പോൾ മാഡം ഇപ്പോൾ ഇത്രയും ട്രെയിൻഡ് ആണ്. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ജനറൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇതൊരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അസുഖമാണ്. അത് ശരിയാണോ? The thing is that breast cancer is the most common cancer. ലോകത്തിൽ വെച്ചിട്ട് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇന്ത്യയിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് രണ്ടുപേരിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും മോസ്റ്റ് കോമൺ ക്യാൻസർ ഇസ് ബ്രസ്റ്റ് ക്യാൻസർ, ലൈക്ക് ഇൻക്ലൂഡിങ് ഓൾ ദ ക്യാൻസേഴ്സ്. സോ ദാറ്റ് ഇസ് ദ പ്രിവലൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ലൈക്ക് 1 in 10 women, like it depends on the age, 1 in 10 women in the lifetime can develop breast cancer. 10% can develop breast cancer in their lifetime. Right. So age is definitely a factor. Like elderly, the more elderly the woman is, the more likely is the chance for developing breast cancer. But പ്രായവരിൽ മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുന്നത്. 10% chance of breast cancer occurs in less than 40 years. 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ 10% ചാൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഏജ് കൂടുന്തോറും അതിന്റെ റിസ്ക് കൂടുന്നുണ്ട്. ബട്ട് 40 ഇയേഴ്സിന് ശേഷം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പുറം രാജ്യങ്ങളിൽ 40 ഇയേഴ്സിന് ശേഷം സ്ക്രീനിങ് മാമോഗ്രാം ഇസ് കമ്പൽസറി. Like it is covered in their insurance programs and all, it is covered. Right. But India എന്നൊരു we are a resource poor country. We are a developing country. മാമോഗ്രാം എന്നൊരു ഫെസിലിറ്റി റുട്ടീൻ ആയിട്ട് എല്ലാവരിലും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇന്ത്യക്കില്ല. സോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് ആണ്. ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒരു ബ്രസ്റ്റ് കംപ്ലൈന്റ് ആയിട്ട് വരുന്നു, ബ്രസ്റ്റിൽ തടിപ്പായിട്ട് വരുന്നു, ഇഫ് ദേ ആർ അഫോർഡബിൾ, അവർക്ക് അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഗോ ഫോർ എ മാമോഗ്രാം. അതർവൈസ് അറ്റ്ലീസ്റ്റ് an ultrasound. സോ ഇൻ മൈ എക്സ്പീരിയൻസ് അറ്റ് എയിംസ്, ലൈക്ക് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് as young as 25 years who had breast cancer. And the problem is 25 yearsൽ ഒരു പേഷ്യന്റ് ബ്രസ്റ്റ് ക്യാൻസർ, ഒരു ബ്രസ്റ്റ് ലംപ് ആയിട്ട് വരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചിന്തിക്കുന്നേ ഇല്ല. അതൊരു ബിനൈൻ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന രീതിയിൽ അവരെ മാനേജ് ചെയ്ത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അത് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ബ്രസ്റ്റ് ലംപ് ഏതൊരു പ്രായത്തിൽ വന്നാലും, ലൈക്ക് ബി ഇറ്റ് 25 years or 40 years or 60 years, it should be shown to a surgeon. Right. And it should be evaluated. So I had a lot of patients who were less than 40 years, 34 years, 36 years, who had breast cancer. Right. And I had the opportunity to connect with them. Like the breast cancer occurs in all ages, but when a young woman gets breast cancer, there are a lot of issues. There are social issues, family issues, a lot of things that she has to go through. Right. So I had the opportunity to connect with those patients who were young, especially young breast cancer. Less than 40 years is defined as young breast cancer. Okay.
ആൻഡ് സോ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ മൈൻഡ്. ലൈക്ക് ആൾക്കാർ വിചാരിക്കരുത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ 50 ഇയേഴ്സിന് ശേഷം മാത്രമേ വരുള്ളൂ. ഇപ്പം 40 ഇയേഴ്സിൽ ഒരുപാട് കോമൺ ആണ്. പിന്നെ ഇപ്പൊ ഒരുപാട് കൂടി വരികയാണ്, ഇൻസിഡൻസ് കൂടി വരികയാണ്. ഇനീഷ്യലി നമ്മൾ 10% താഴെ വിചാരിച്ചിരുന്നത് ഇപ്പോ അപ് ടു 20% റിപ്പോർട്ട് ചെയ്ത സെന്റേഴ്സ് ഉണ്ട് ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. സോ എന്തൊരു തടിപ്പും ബ്രസ്റ്റിൽ ഉണ്ടായാൽ അത് ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു അവയർനെസ് വേണം. ഇപ്പോ ഈ ബ്രസ്റ്റ് ക്യാൻസർ കാരണങ്ങൾ വരാൻ അത് കൂടുതലൊരു ജനറ്റിക് കാരണമാണോ, അതിനെന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ? Basically, there are non-modifiable risk factors and modifiable risk factors. അപ്പം non-modifiable risk factors എന്ന് പറയുമ്പം നമ്മൾക്ക് ഫസ്റ്റ് തിങ് ഇസ് ബീങ് എ ഫീമെയിൽ. ലൈക്ക് മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു എൻറ്റിറ്റിയും കൂടി ഉണ്ട്. അത് റെയർ ആണ്. 1% ആൾക്കാരിലെ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുള്ളൂ. ബട്ട് ബാക്കിയെല്ലാം മെജോറിറ്റി 99% occurs in females. അപ്പം ഒരു സ്ത്രീ എന്നാല് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ലൈഫ് ടൈമിൽ ഇറ്റ് ഇസ് സോ ഹൈ. അറ്റ്ലീസ്റ്റ് 12% വിമൻ ക്യാൻ ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ഇറ്റ് ഇസ് സോ ഹൈ. ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. സോ അങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ട്. സോ ബീങ് ഫീമെയിൽ ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് മേക്സ് യു പ്രോൺ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ഒരു സ്ത്രീ ആയിരുന്നാലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഇസ് ഡെഫിനറ്റ്ലി ഏജ്. സോ വെൻ യു ഇൻക്രീസ് ഇൻ ഏജ്, പ്രായം കൂടുന്തോറും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത കൂടി വരും. അപ്പം ലെസ് ദാൻ 40 ഇയേഴ്സിൽ അത് 1 in 200 ആണെങ്കിൽ നമുക്ക് മോർ ദാൻ 60 ഇയേഴ്സ് ആകുമ്പോൾ അത് 1 in 30 ആവും. സോ 1 in 30 വിമൻ ക്യാൻ ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം സെക്കൻഡ് ഇസ് ഏജ്. ഡെഫിനറ്റ്ലി ഏജ് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ഫാമിലി ഹിസ്റ്ററി ആൻഡ് ജെനറ്റിക്സ്. സോ ഫാമിലിയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആർക്കെങ്കിലും ക്ലോസ് റിലേറ്റീവിന് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് അല്ലെങ്കിൽ അപ് ടു 3rd ഡിഗ്രി റിലേറ്റീവ് ഓൺ വൺ സൈഡ് ഓഫ് ദ ഫാമിലി, അതായത് നമ്മുടെ അമ്മയുടെ സൈഡിൽ അമ്മമാർക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ സഹോദരിമാർക്കോ അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഈസ് എ റോൾ. ജെനറ്റിക് ദർ ആർ സം മ്യൂട്ടേഷൻസ്. ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രീഡിസ്പോസ് ചെയ്യുന്ന കുറച്ച് ജെനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ട്. അങ്ങനെ ജെനറ്റിക് മ്യൂട്ടേഷൻ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. ദെൻ റേസ്, ലൈക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വൈറ്റ് വിമൻ ആർ മോർ പ്രോൺ ടു ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ദാൻ ദ അതർ എത്നിക് ഗ്രൂപ്പ്സ്. ആൻഡ് സം റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് റേഡിയേഷൻ, നമുക്ക് ചെസ്റ്റ് വാൾ റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ ഇതെല്ലാം നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. ബ്രസ്റ്റ് ക്യാൻസർ ഓൾറെഡി വന്നിട്ടുള്ള ഒരാൾക്ക് രണ്ടാമത് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത. സോ ദീസ് ആർ ഓൾ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ദെൻ ദർ ആർ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഓൾസോ, ബട്ട് ദേ ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ലൈക്ക് ഒരു ഫീമെയിൽ ആവാന്നുള്ളത്, എൽഡർലി ആവാന്നുള്ളത്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ജെനറ്റിക് മ്യൂട്ടേഷൻസ് ആണ്, അതെല്ലാമാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ബട്ട് ദർ ആർ എ സ്മോൾ എമൗണ്ട് ഓഫ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഓൾസോ, ലൈക്ക് ഒബീസിറ്റി, വെയിറ്റ് ഒരുപാട് BMI കൂടുക എന്നുള്ളത് ഒരു റിസ്ക് ഫാക്ടർ ആണ്. ആൻഡ് ദർ ആർ സം മെൻസ്ട്രൽ റിസ്ക് ഫാക്ടേഴ്സ്, ലൈക്ക് മെൻസ്ട്രൽ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് ഏർലി ആണെങ്കിൽ 12 ഇയേഴ്സിന് മുമ്പാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെനോപോസ് അതായത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഏജ് ലേറ്റ് ആണെങ്കിൽ, മോർ ദാൻ 55 ഇയേഴ്സ് ആണെങ്കിൽ, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, കുട്ടികൾ നള്ളി പാരസൈറ്റുള്ള ഒരു ലേഡി ആണെങ്കിൽ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തൊരു ലേഡിയാണ്, പിന്നെ മെനോപോസിന് ശേഷം ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ഇസ് ലെസ്. സോ അങ്ങനെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ വി ഷുഡ് ബി കോഷ്യസ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വി വിൽ ഗെറ്റ് ബ്രസ്റ്റ് ക്യാൻസർ. അങ്ങനൊരു ആങ്സൈറ്റി വരേണ്ട ആവശ്യമില്ല. സോ ബട്ട് ബീങ് എ ഫീമെയിൽ യു ഷുഡ് ബി അവെയർ, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. സോ 40 ഇയേഴ്സിന് ശേഷം നമ്മൾ അവെയർ ആയിരിക്കണം. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, കൊല്ലത്തിലൊരിക്കൽ ചെക്കപ്പ് നടത്തുക, സ്ക്രീനിങ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ മാഡം ഈ ഫാക്ടേഴ്സ് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ പറ്റി പറഞ്ഞു. എന്ത് സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ടാണ് പേഷ്യന്റ് ഒരു ഡോക്ടറിനെ കാണേണ്ടത്? സോ എന്താണ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ, ഏതൊരു സ്ത്രീക്കും ഒരു ബ്രസ്റ്റ് ലംപ് വരികയാണെങ്കിൽ, ബ്രസ്റ്റിൽ എന്തൊരു ബുദ്ധിമുട്ട്, ഒരു തടിപ്പായിട്ട് വരികയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോവാന്നുള്ളതാണ് ദ ബേസിക് തിങ്. സോ കാരണം എന്താ വെച്ചാല് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ക്ലാസിക്കലി പെയിൻലെസ്. അതായത് ബാക്കിയുള്ള അവയവങ്ങളിലെ ക്യാൻസർ പോലെ ബ്രസ്റ്റ് ക്യാൻസറിൽ പെയിൻ അല്ല ഒരു ഇനീഷ്യൽ സിംറ്റം ആയിട്ട് കാണുക.
അപ്പം അത് കാരണം ഒരുപാട് സ്ത്രീകള് ബ്രസ്റ്റിലുള്ള ലംപ് ഒരുപാട് വലിയ സൈസ് എത്തിയതിനു ശേഷം 5 സെന്റിമീറ്റേഴ്സിലും കൂടുതൽ വലിപ്പം എത്തിയതിനു ശേഷമാണ് അവരത് കണ്ടുപിടിക്കുന്നത്. സോ അതൊരു ബേസിക് ചെക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നില്ല, ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുണ്ടെങ്കിലും അത് സാരില്ല, അത് തന്നെ മാറിപ്പോവും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. സോ ബ്രസ്റ്റിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. അതിൽ ബേസിക്കലി ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തടിപ്പാണ്. ബ്രസ്റ്റിൽ എന്തൊരു തടിപ്പ്, ചിലരത് കല്ലപ്പ് പോലെ തോന്നും, ഒരു ഭാരം പോലെ തോന്നും. എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഉടനെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കാണിക്കണം. രണ്ടാമത്തെ കാര്യമാണ് നിപ്പിളിൽ വരുന്ന എന്തെങ്കിലും നീര് പോലെ വരിക, ഡിസ്ചാർജ് പോലെ വരിക, ബ്ലഡി ആയിട്ടുള്ള ഡിസ്ചാർജ് വരിക, സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, നീർക്കെട്ട് പോലെ, റെഡ്നെസ് പോലെ വരിക, കക്ഷത്തിൽ എന്തെങ്കിലും കഴലകൾ കാണുക, ഇതെല്ലാം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. ബട്ട് ദ ബേസിക് തിങ് ദാറ്റ് എവറി വുമൺ ഷുഡ് നോ ഇസ് ദാറ്റ് എനി ലംപ് ഇൻ ദ ബ്രസ്റ്റ് ഇസ് സിഗ്നിഫിക്കന്റ്. ഏതൊരു തടിപ്പ് ഏതൊരു പ്രായത്തിൽ കാണുകയാണെങ്കിലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഇഗ്നോർഡ്. ദേ ഷുഡ് ഗോ ടു എ ഡോക്ടർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്. ഇപ്പൊ ഈ ലംപിന്റെ പൊസിഷൻ കൂടുതൽ ഇപ്പോ ഫ്രണ്ടിലാണോ സൈഡിലാണോ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പൊസിഷൻസ് ഉണ്ടോ ഇതിന്? യെസ്, ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പർ ഔട്ടർ ക്വാഡ്രന്റിലാണ്, അതായത് ലാറ്ററൽ ഔട്ടർ ആയിട്ടുള്ള അപ്പർ പോർഷനിലാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ എനി ക്വാഡ്രന്റ്. ലൈക്ക് ഏതൊരു ഭാഗത്ത് വരുന്ന ഒരു തടിപ്പും ക്യാൻ ബി ക്യാൻസർ. സോ അതിപ്പം പ്രായഭേദമന്യേ ലൈക്ക് യങ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് നോർമലി ഫൈബ്രോയിഡ്നോമ എന്നിട്ടുള്ള ഒരു തടിപ്പാണ്, ബിനൈൻ ആയിട്ടുള്ള തടിപ്പാണ് യൂഷ്വലി കാണാറുള്ളത്. നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു തടിപ്പാണ് കാണാറുള്ളത്. ബട്ട് അറ്റ് എനി ഏജ് ഒരു തടിപ്പ് വന്നാലും ഇറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇഗ്നോർഡ്. സോ ഏതൊരു സ്ഥലത്ത് വന്നാലും ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ്. ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻ ഒക്കർ ഇൻ എനി പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ്, ബട്ട് മോർ കോമൺലി ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ്. അപ്പൊ ഇതിന് മാഡം വെൻ യു ലുക്ക് അറ്റ് എ സ്പെസിഫിക് പേഷ്യന്റ്, ഇങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ, ഇതിന് എന്തെങ്കിലും ക്ലാസിഫിക്കേഷനോ അങ്ങനെ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? യെസ്, ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റേജിംഗ് സിസ്റ്റം ഉണ്ട്. EGCC സ്റ്റേജിംഗ് ആണ്, TNM സ്റ്റേജിംഗ് ആണ്. അതിൽ ട്യൂമർ സൈസ് ഉൾപ്പെടും, പിന്നെ നോഡൽ സ്റ്റാറ്റസ് ഉൾപ്പെടും, കക്ഷത്തിലെ കഴലകൾ ഇൻവോൾവ് ആണോ എന്നുള്ളത് ഉൾപ്പെടും, ട്യൂമറിന്റെ സൈസ് ഉൾപ്പെടും, വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡ് വന്നിട്ടുണ്ടോ, ഡിസ്റ്റന്റ് ആയിട്ട് സ്പ്രെഡ് വന്നിട്ടുണ്ടോ, അങ്ങനെ 3 സ്റ്റേജസിലായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിൽ വളരെ ചെറിയ ട്യൂമേഴ്സ്, അതായത് 2 സെന്റിമീറ്റേഴ്സിന് താഴെയുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജ് 1 ഡിസീസ് ആണ്. Then 2 to 5 and more than 5 centimeters, that is a staging. ആൻഡ് കക്ഷത്തിലത്തെ കഴലകൾ അത് സിംഗിൾ കഴലയാണോ, മൊബൈൽ ആണോ, ഫിക്സഡ് ആണോ, അങ്ങനെ ഒരുപാട് കഴുത്തിലെ കഴലകൾ വന്നിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് മെറ്റസ്റ്റാസിസ് എന്ന് പറയും, അതായത് വേറെ എവിടെയെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്പ്രെഡ് വന്നിട്ടുണ്ടോ, ലങ്സിലോ ലിവറിലോ ബോൺസിലോ സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സ്റ്റേജിങ് സിസ്റ്റം. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഒരു പേഷ്യന്റ് ലെവലിൽ നമ്മൾ അറിയേണ്ടത് ട്യൂമർ സൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ, ഒരു ചെറിയ സൈസിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ദ പ്രോഗ്നോസിസ് ഇസ് വെരി ഗുഡ്. അതായത് അത് ക്യൂർ ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ ഹൈ ആണ് ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ഏർലി സ്റ്റേജ്. ദാറ്റ് ഇസ് വൈ വി വോണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ടു ബി പിക്ഡ് അപ്പ് ഏർലി ആൻഡ് ഓൾ വിമൻ ഷുഡ് പിക്ക് അപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഏർലി. ഇപ്പോ പേഷ്യന്റിന് ഒരു പെയിൻലെസ് ലംപ് ബ്രസ്റ്റിൽ തോന്നി, മാഡത്തിന്റെ അടുത്ത് വന്നു, എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എങ്ങനെയാണ്? സോ ബേസിക്കലി ഒരു പേഷ്യന്റ് ഇനീഷ്യലി ഒരു ബ്രസ്റ്റ് ലംപ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്കുകയാണ് ചെയ്യുക. അപ്പൊ ഒരുപാട് ക്ലിനിക്കൽ സൈൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ ഫേവർ ചെയ്യുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. ലൈക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള, ഇറഗുലർ ആയിട്ടുള്ള, മൊബിലിറ്റി കുറവുള്ള ഒരു ലംപ്, സ്കിന്നിൽ വരുന്ന കുറെ ചേഞ്ചസ്, കക്ഷത്തിൽ കഴലകൾ വന്നിട്ടുണ്ടോ, അതെല്ലാം വെച്ചിട്ട് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെ പോസിബിൾ ആണ്. ലൈക്ക് we have a more than 90% chance of diagnosing breast cancer clinically. So അതാണ് ഒരു ചെക്കപ്പിന് പോവാന്നുള്ളത് is very important patient level. So basically when we approach a patient with a suspicious breast cancer, so we call it triple assessment. So initial assessment is history taking and physical examination. അവരുടെ എന്താണ് ക്ലിനിക്കൽ സ്റ്റേജ് എന്ന് ഡയഗ്നോസ് ചെയ്യാം, വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡിനുള്ള സാധ്യതകളുണ്ടോ, സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇമേജിങ്, ലൈക്ക് അൾട്രാസൗണ്ട് അലോങ് വിത്ത് മാമോഗ്രാഫി. അതിൽ നമ്മൾ ട്യൂമറിന്റെ സൈസ്, ട്യൂമർ ആണോ, സസ്പീഷ്യസ് ഫീച്ചേഴ്സ് ഉണ്ടോ, അതിൽ നമുക്ക് മാമോഗ്രാം ആണെങ്കിൽ ഒരു ബിറാഡ് സ്കോറിംഗ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1 to 5. സോ ഹയർ ദ ഗ്രേഡ്, higher is the risk for breast cancer, suspicion of breast cancer. So second line is imaging with ultrasound and mammogram.
കക്ഷത്തിലെ കഴലകളും സസ്പീഷ്യസ് ആണോ എന്നുള്ളത് നോക്കും. ആൻഡ് ഇൻ ദ ട്രിപ്പിൾ അസസ്മെന്റ് ദ തേർഡ് പാർട്ട് ഇസ് ഡൂയിങ് എ ബയോപ്സി. സോ ബയോപ്സി ഫ്രം ദ ബ്രസ്റ്റ് ലംപ് ടു പ്രൂവ് ക്യാൻസർ. ആൻഡ് ഓൾസോ കക്ഷത്തിൽ എന്തെങ്കിലും കഴലകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുത്തിപ്പരിശോധന ചെയ്യേണ്ടതാണ്, FNAC ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് ഇസ് ട്രിപ്പിൾ അസസ്മെന്റ്. ഇനീഷ്യൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക, രണ്ടാമത് ഇമേജിംഗ് ചെയ്യുക, സ്കാനിങ്ങുകളെല്ലാം ചെയ്യുക ആവശ്യമുള്ളത്, ആൻഡ് തേർഡ് ഇസ് ടു കൺഫേം ഡയഗ്നോസിസ് വിത്ത് ബയോപ്സി. ഇപ്പൊ മാഡം മാമോഗ്രാം എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ പറ്റി പറഞ്ഞു. ഈ മാമോഗ്രാം ചില ഡസ് ഇറ്റ് എവറി 6 months ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണോ, once in a year ആണോ for a lady who is 40 or above? So the current recommendation, NCCN recommendation is above 40 years do a annual. എല്ലാ കൊല്ലം സ്ക്രീനിങ് ആയിട്ട് മാമോഗ്രാം ചെയ്യാന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. ബട്ട് ഇറ്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ how much resources the country has. Like in Western countries, in USA they have a different protocol. They have balanced the cost benefit ratio. And avada recommend ചെയ്യുന്നത് 2 years കൂടുമ്പോൾ മാമോഗ്രാം എടുക്കാന്നുള്ളതാണ്. In European countries it is 1 year. And the Cancer Society has recommended it at every year. Nice. So in general, if you say worldwide, you would recommend yearly mammogram, but at least once in 2 years. That is the recommendation. Mammogram cheyanayittu. ഈ മാമോഗ്രാം എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെൻസീവ് ആണോ? Expense, it depends on institutions. Like in a government setup, it would be having a lower cost. In general, it would cost around 1,000 to 1,500, but depending upon the type of mammogram, digital mammogram would cost more. Digital mammogram with tomosynthesis, it might cost a little bit more. Somewhat around 1,000 to 2,000 would be the range for mammogram. അപ്പോ ഈ മാമോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതൊരു ഇൻവേസീവ് ആണോ, നോൺ ഇൻവേസീവ് ആണോ? എല്ലാവർക്കും മാമോഗ്രാം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ഒരിക്കലും പേടിക്കേണ്ട ഒരു ടെസ്റ്റേ അല്ല മാമോഗ്രാം. അത് മോർ ഓഫ് ലൈക്ക് എൻ എക്സ്റേ ആണ്. അതായത് ബ്രസ്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട്. ബ്രസ്റ്റിന് കംപ്രസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു തരം എക്സ്റേ ആണ് മാമോഗ്രാം. അപ്പം അതിലൊരു എക്സ്റേ ഫിലിമിലാണ് അത് വരിക. ന്യൂവർ മൊഡാലിറ്റീസ് ഉണ്ട്, ടോമോസിന്തസിസ് എന്ന് പറയും. അതിൽ നമ്മൾ കുറേ സെക്ഷൻസ് എടുക്കും. അതിൽ നമുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ട്യൂമർ ലോക്കലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിജിറ്റൽ മാമോഗ്രാം വിത്ത് ടോമോസിന്തസിസ്. ബട്ട് ബേസിക് മാമോഗ്രാം ഇസ് ലൈക്ക് എൻ എക്സ്റേ. ഒരു എക്സ്റേ പോലെയേ ഉള്ളൂ. ബ്രസ്റ്റിന് കംപ്രസ് ചെയ്ത് എടുക്കുന്നു എന്നേ ഉള്ളൂ. അതിന്റെ ഡോസേജ് എല്ലാം, റേഡിയേഷൻ ഡോസ് എല്ലാം വളരെ കുറവാണ്, 0.1 സെന്റിഗ്രേഡ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു വറി ഒന്നും ആവശ്യമില്ല. അത് ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റേ അല്ല. ആൻഡ് എവറി മാമോഗ്രാം ഇസ് കമ്പൈൻഡ് വിത്ത് എൻ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടും കൂടിയിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് മാമോഗ്രാം റിപ്പോർട്ട് ചെയ്യുക. അപ്പം അൾട്രാസൗണ്ട് അലോങ് വിത്ത് ആൻ എക്സ്റേ ഓഫ് ദ ബ്രസ്റ്റ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് മാമോഗ്രാം. So, and its cost is not very high. Like we spend a lot for all other things. And I think for any person who can afford in the range of 1,000 to 2,000 in a year, I think we should spare that for our health, especially for all women, even young women. All women more than 40 years should try to get a mammogram done at least once in a year or at least once in 2 years. ഇപ്പൊ മാമോഗ്രാം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു ആൻഡ് ഒരു ലംപ് കൺഫേം ആയി, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബയോപ്സി. ലൈക്ക് ബയോപ്സി കൂടെയാണ് നമ്മൾ ക്യാൻസർ കൺഫേം ചെയ്യുക, പത്തോളജിക്കലി കൺഫേം ചെയ്യുക. സോ ദ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ട്യൂമറിന്ന് നമ്മൾ ഒരു ബിറ്റ് ഓഫ് ടിഷ്യൂ എടുക്കുന്നതാണ് ബയോപ്സി എന്ന് പറയുന്നത്. ട്രൂ കട്ട് ഗൺ വെച്ചിട്ടാണ് നമ്മൾ ബയോപ്സി എടുക്കുക. അത് തരിപ്പിച്ചിട്ട് ലോക്കലിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു 10-15 മിനിറ്റ്സേ എടുക്കുന്നുള്ളൂ. അത് പേടിക്കാനായിട്ടുള്ളൊരു കാര്യേ അല്ല. സോ പെയിൻഫുൾ അല്ല. നമ്മൾ ഒരു ചെറിയൊരു സ്റ്റാബ് ഇൻസിഷൻ ആണ് ഇടുക, വേറെ സ്യൂച്ചോസോ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് അവിടെ ലോക്കൽ തരിപ്പിക്കാനുള്ള മരുന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബയോപ്സി ചെയ്യുക. അതിൽ നമ്മൾ ആ ട്യൂമർ തോന്നുന്ന സസ്പിഷൻ ഉള്ള ആ ഭാഗത്തുനിന്ന് ബ്ലൈൻഡ് ആയിട്ട്, വലിയ ട്യൂമർ ആണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാം, ചെറിയ ട്യൂമർ ആണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസോട് കൂടിയിട്ടാണ് അത് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ടിഷ്യൂസ് എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് ഫെർദർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു പത്തോളജിസ്റ്റിന് അടുത്താണ് അയക്കുന്നത്. പത്തോളജിസ്റ്റ് ആണ് ആ ടിഷ്യൂ പിന്നെ പ്രോസസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അത് ക്യാൻസർ ഉള്ള ടിഷ്യൂ ആണോ എന്നുള്ളത് ഒരു കൺഫർമേഷൻ തരാം. അതിൽ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്, അതില് വീര്യം കൂടിയ ക്യാൻസർ ആണോ,
അതോ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതും. പിന്നെ ബയോപ്സിന് ശേഷം ഒരു IHC എന്ന് പറഞ്ഞ ടെസ്റ്റ്, ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി എന്നുള്ള ടെസ്റ്റാണ് തുടർന്ന് ചെയ്യുക. അപ്പം ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ആ ട്യൂമർ എന്ത് തരം ട്യൂമർ ആണ്, ഇപ്പം ബേസിക്കലി നമുക്ക് 4 സബ് ടൈപ്സ് ആണുള്ളത്. ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ് ടൈപ്പ് ഉണ്ട്, HER2/neu എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കർ പോസിറ്റിവിറ്റി ഉണ്ട്. ഇതെല്ലാം നെഗറ്റീവ് ആയിട്ട് വരുന്ന കുറച്ച് സബ് ടൈപ്സ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഭാവിയിലുള്ള ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ കീമോതെറാപ്പി ആണോ ആദ്യം എടുക്കേണ്ടത്, സർജറി ആണോ ആദ്യം ചെയ്യേണ്ടത്, കീമോതെറാപ്പിനോട് റെസ്പോൺസ് വരുന്ന തരം ട്യൂമർ ആണോ, അഗ്രസീവ് ആയിട്ടുള്ള ട്യൂമർ ആണോ എന്നുള്ളതെല്ലാം അറിയാനായിട്ടാണ് നമ്മൾ IHC എന്നുള്ള ടെസ്റ്റിംഗ് പിന്നീട് ചെയ്യുന്നത്. അപ്പൊ നോർമലി ഈ പ്രൊസീജിയർ ഒരു 7 to 10 days എടുക്കും. ഇനീഷ്യൽ നമുക്ക് ബയോപ്സി വെച്ചിട്ട് കാർസിനോമ, ക്യാൻസർ ആണെന്നുള്ള ഒരു കൺഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു assess what type of cancer it is. For that you do the IHC. And the second thing is കക്ഷത്തിൽ എന്തെങ്കിലും കഴലകൾ കാണാണ്, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാമിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള നോഡ്സ് ഉണ്ട് വെച്ചാൽ അത് ഇമേജിങ്ങിൽ ഒരു റേഡിയോളജിസ്റ്റിനും മനസ്സിലാവും അത് സസ്പീഷ്യസ് നോഡ്സ്. അതിൽ കോർട്ടിക്കൽ തിക്നെസ് കൂടിയിട്ടുണ്ടോ, ഷേപ്പ് ഓഫ് ദ നോഡ് വ്യത്യാസം വന്നിട്ടുണ്ടോ, അതോ എൻലാർജ്ഡ് നോഡാണോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് നോഡ് സസ്പീഷ്യസ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ സസ്പീഷ്യസ് ആണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസോട് കൂടിയിട്ട് ആ കഴലകളിൽ നിന്ന് FNAC എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്, ഒരു ചെറിയ സൂചി വെച്ചിട്ടുള്ള, നമ്മൾ ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുക്കുന്നതിനേക്കാളും ചെറിയൊരു സൂചി വെച്ചിട്ടുള്ള ടെസ്റ്റാണ് FNAC. അതും കൂടി എടുത്തിട്ട് കക്ഷത്തിലെ കഴലകൾ പോസിറ്റീവ് ആണോ ഫോർ ക്യാൻസർ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഒരു സ്റ്റേജിങ്ങിലോട്ട് എത്തുന്നത്. അതായത് വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ ഇൻ ദ ബ്രസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ നോഡ്സ്. രണ്ടും കൂടിയിട്ടാണ് നമ്മൾ പിന്നീടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതൽ സ്പൈൻ ഫോക്കസ്ഡ് പ്രാക്ടീസ് ആണ്. സോ എനിക്ക് കുറച്ച് പേഷ്യൻസ് ഹു ഹാവ് അണ്ടർഗോൺ പ്രൈമറി ഒരു ബ്രസ്റ്റ് ട്യൂമർ ഉണ്ടായ ഡയഗ്നോസ് ആയ പേഷ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അത് ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് അവരുടെ കയ്യിൽ ആഡഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു MRI ഉണ്ടാവാം, ചിലവർക്ക് സ്പൈനിൽ ചെറിയ എഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ദേ ഹാവ് എ PET CT ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഈ ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിലവൻസും എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക? സോ ബേസിക്കലി അത് സ്റ്റേജ് ഓഫ് ദ ഡിസീസിനനുസരിച്ചിട്ടാണ് നമ്മളത് തുടർന്നുള്ള ഹയർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത്. സോ സ്റ്റേജ് ഓഫ് ദ ഡിസീസ് നമുക്ക് ക്ലിനിക്കൽ ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് എന്ന് നമുക്ക് തോന്നുകയാണ്. നമുക്ക് അതിന് സ്പെസിഫിക് കാറ്റഗറീസ് ഉണ്ട് അഡ്വാൻസ്ഡ് ഡിസീസ് എന്ന് പറയാനായിട്ട്. കക്ഷത്തിലെ കഴലകൾക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ട്യൂമറിന്റെ സൈസ് കൂടുതലാണ്, സ്കിൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ പേഷ്യൻസിന് തന്നെ സിംറ്റംസ് ഉണ്ട്. ബേസിക്കലി ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത് ഡിസ്റ്റന്റ് ആയിട്ട് ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത് ടു ദ ബോൺ, ടു ദ ലങ്സ് ഓർ ടു ദ ലിവർ. ഇതാണ് കോമൺ സ്പ്രെഡ് ആയിട്ടുള്ള ഓർഗൻസ്. ആൻഡ് സംടൈംസ് ടു ദ ബ്രെയിൻ ആൻഡ് സം അബ്ഡോമിനൽ സൈറ്റ്സ് ഓൾസോ. സോ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ assess ചെയ്യും. ഫ്രം എ ഡോക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വി assess ഫോർ മെറ്റസ്റ്റാറ്റിക് സിംറ്റംസ്. അതായത് ലങ്സിന് ഇൻവോൾവ്മെന്റിൽ ഇപ്പോൾ പേഷ്യന്റ് കിതപ്പ് വരുന്നുണ്ടോ, കോഫ് വരുന്നുണ്ടോ, ഡ്രൈ ആയിട്ടുള്ള കോഫ് വരുന്നുണ്ടോ, ചോര കഫത്തിൽ വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ. രണ്ടാമത് ബോണി പെയിൻ, എവിടെയെങ്കിലും സ്പൈനിൽ പെയിൻ വരുന്നുണ്ടോ, ഏതെങ്കിലും ബോണി പെയിൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിപ്പിലോ സ്പൈനിലോ എവിടെയെങ്കിലും പെയിൻസ് വരുന്നുണ്ടോ. അതല്ലെങ്കിൽ ജോണ്ടിസ്, അതായത് കരളിലെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തമുണ്ടോ, ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്തിട്ടാണ് നമ്മൾ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വേണോ എന്നുള്ളത് തീരുമാനിക്കാം. ഏർലി ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതായത് ഏർലി സ്റ്റേജ് 1 ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ തുടർന്നുള്ള ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. അത് കാരണം അതിന്റെ റിസ്ക് ഓഫ് സ്പ്രെഡ് ഇസ് വെരി ലെസ്. അപ്പൊ പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്. സോ സ്പ്രെഡ് അസസ് ചെയ്യാനായിട്ട് നമുക്കുള്ള ടെസ്റ്റ് ആണ് ഒന്ന് CT സ്കാൻ, കോൺട്രാസ്റ്റ് എൻഹാൻസ് CT ഓഫ് ദ ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ. ലൈക്ക് ലങ്സും നമുക്ക് അസസ് ചെയ്യണം, അബ്ഡമനും അസസ് ചെയ്യണം. പിന്നെ അത് കൂടാതെ ബോൺസ് അസസ് ചെയ്യാനായിട്ട് നമുക്ക് CTയിൽ തന്നെ നമുക്ക് തൈസിന് ബിലോ വരെ വരികയാണെങ്കിൽ നമുക്കൊരു ബോണി വിൻഡോ കിട്ടും. അത് കൂടാണ്ട് ബോൺ സ്കാൻ ആണ് ബോൺസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് നമുക്ക് PET സ്കാൻ ഓപ്ഷണൽ ആയിട്ട് ചെയ്യാം. PET സ്കാൻ ആകുമ്പോൾ ഹോൾ ബോഡി ഇമേജിംഗ് ആണ് നമുക്ക് കിട്ടുക. ഇതെല്ലാം അഡ്വാൻസ്ഡ് ഡിസീസ് നമുക്കൊരു സസ്പിഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്യും. അഡ്വാൻസ്ഡ് ഡിസീസ് സ്റ്റേജ് 3 and above. Yes, stage 3 and above. 3 and 4. 4 is metastatic. Stage 3 is advanced breast cancer.
സോ വെൻ വി തിങ്ക് ഓഫ് എ അഗ്രസീവ് ഡിസീസ്, നമുക്ക് ബയോപ്സിയിൽ ഇപ്പം അഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് വന്നു, നോഡ്സ് ഒക്കെ ഒരുപാട് ഇൻവോൾവ് ആണ്, ബയോപ്സിയിലും ട്രിപ്പിൾ നെഗറ്റീവ്, HER2 പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ വെറൈറ്റീസിലും പത്തോളജിക്കലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് ദ പേഷ്യന്റ് ഹാസ് സിംറ്റംസ് റിലേറ്റഡ് ടു സ്പ്രെഡ്, പേഷ്യൻസിന് എവിടെയെങ്കിലും സ്പ്രെഡ് ഉള്ള സിംറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് പക്ഷെ ഫോക്കസ് ചെയ്യാനുള്ളത് ഏർലി സ്റ്റേജിൽ ഡെഫിനറ്റ്ലി യു ഡോണ്ട് നീഡ് എനി ഇൻവെസ്റ്റിഗേഷൻസ്. ജസ്റ്റ് ഡു എ റുട്ടീൻ ബയോകെമിക്കൽ വർക്കപ്പ്, ബ്ലഡ് ടെസ്റ്റും എക്സ്റേ, അൾട്രാസൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമില്ല. പക്ഷെ സ്റ്റേജ് കൂടുന്തോറും യു നീഡ് ടു ലുക്ക് ഫോർ സ്പ്രെഡ് ടു ഡിസ്റ്റന്റ് ഓർഗൻസ്. വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോഴാണ് നമ്മൾ ഹയർ ഇമേജിങ് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, പേഷ്യന്റിന് മാഡത്തിന് അറിയാം, എല്ലാ റിപ്പോർട്ട്സ് കണ്ടിട്ട് സംഭവം ക്യാൻസർ ആണ്, സ്റ്റേജ് 2 ആവാം, സ്റ്റേജ് 3 ആവാം. ഇത് പേഷ്യന്റ് അടുത്ത് പറയാൻ ഡെഫിനറ്റ്ലി ഡോക്ടറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് മാഡത്തിന്റെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്, ആൻഡ് ഇങ്ങനെയായിരിക്കും ആ പേഷ്യന്റ് ഒന്ന് കംഫർട്ടബിൾ ആക്കുക. സോ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്, അത് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആണ്. ലൈക്ക് മെനി വാക്ക് ഇൻ പേഷ്യൻസ് വരും. ലൈക്ക് അവർക്ക് ചെറിയൊരു ബ്രസ്റ്റിൽ തടിപ്പുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാവില്ല, വെറുതെ ഒന്ന് കാണിക്കാൻ വന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ ഫസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ സം കേസസ് വി ഗെറ്റ് 90% ഡയഗ്നോസിസ്. ലൈക്ക് നമുക്ക് ക്ലിനിക്കലി കണ്ടാൽ തന്നെ മനസ്സിലാവും ദിസ് ഇസ് ക്യാൻസർ. ബട്ട് പെട്ടെന്ന് ഒരു പേഷ്യന്റ് വന്നിട്ട് അവർക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമോഷണലി ചലഞ്ചിങ് ഫോർ ദ പേഷ്യന്റ്, ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ആസ്പെക്ട്സ്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സസ്പീഷ്യസ് ലംപ്. നമുക്ക് തുടർന്നുള്ള ടെസ്റ്റുകൾ എന്തായാലും വേണം. ലൈക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് ഇഫ് ഷീ തിങ്സ് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ഓൾസോ ഡിഫിക്കൽട്ട്. സോ യു ഷുഡ് ടെൽ ദെം ദാറ്റ് ഒരു ലംപ് ഉണ്ട്, ഒരു തടിപ്പുണ്ട്, അതിൽ ഒരു സസ്പിഷൻ ഉണ്ട്, നമുക്ക് തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം, സ്കാനിങ് വേണം, ബയോപ്സി വേണ്ടി വരും എന്നുള്ളത് നമ്മൾ പ്രൈം എന്തായാലും ചെയ്യണം. ബട്ട് ഡെഫിനറ്റ്ലി ദ breaking the news that the patient has cancer should always be only after your pathological diagnosis. അതായത് ബയോപ്സി ചെയ്ത് കൺഫേം ആയതിനു ശേഷമാണ് you should tell the patient, because there are very rarely but there can be some mimickers like inflammatory diseases, granulomatous mastitis, അങ്ങനെ വളരെ റെയർ ആയിട്ട് കുറച്ച് കേസസ് വരാറുണ്ട് വേറെ ബയോപ്സി ചെയ്താൽ ചിലപ്പോൾ അത് ക്യാൻസർ ആവില്ല. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഒരു ആൻസൈറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ഇസ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദ ബയോപ്സി. ബട്ട് അങ്ങനൊരു ചില എനിക്ക് വന്നിട്ടുള്ള സിനാരിയോസ് ആണ്, ലൈക്ക് ബൈസ്റ്റാൻഡർ പറയും അവരോട് പറയരുത് ക്യാൻസർ ആണെന്നുള്ളത്, ടെൻഷൻ ആവും എന്നുള്ളത്. ബട്ട് ഇൻ മൈ അപ്രോച്ച്, ലൈക്ക് ദ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ അവർക്ക് എന്താണ് അസുഖം, എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുന്നത്, എന്താണ് പ്ലാൻസ് എന്നുള്ളത് അറിയാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ബട്ട് ഇഫ് ദേ വോണ്ട് ഇറ്റ് ഫ്രം ദെയർ സൈഡ്, അവർ പിന്നീട് പോയി സംസാരിച്ചിട്ട് പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം ഓപ്പൺ ടു ഓൾ അപ്രോച്ചസ്. ബട്ട് ഇൻ ഓൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ലൈക്ക് ഐ ടെൽ ദ പേഷ്യന്റ് ലൈക്ക് യു ഹാവ് എ ഡയഗ്നോസിസ്. നമ്മൾ ഈ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ വി പ്രൈം ദ പേഷ്യന്റ് ലൈക്ക് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദിസ്. But you should give confidence. Like breast cancer is a disease where you have very good treatment. ബ്രസ്റ്റ് ക്യാൻസർ ഏതൊരു സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്താലും നമുക്ക് ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് എ പോസിബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ക്യൂർ, ആൻഡ് സോ യു ഷുഡ് give confidence to the patient, like you have so many options. The patient should have hope that she has come to someone for treatment and she will be cured. So it is a mixed approach. Like you should break the bad news, you should tell the patient about the cancer ആണെന്നുള്ളത് പറയാന്നുള്ളത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഗിവ് സപ്പോർട്ട് ടു ദ പേഷ്യന്റ്. നമ്മൾ കൂടെ ഉണ്ട്. ഇങ്ങനൊരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ്, ബട്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇറ്റ് ക്യാൻ എഫക്ട് ദം സൈക്കോളജിക്കലി. ഒരുപാട് ഇമോഷണൽ ആയിട്ട് എഫക്റ്റഡ് ആവാം, ഫാമിലിയൽ ആയിട്ട് എഫക്റ്റഡ് ആവാം. ദർ ക്യാൻ ബി എ സ്റ്റിഗ്മ, ഒരു ക്യാൻസർ ഉള്ള ഒരു ലേഡിയാണ്, പിന്നെ അതിനുള്ള തുടർ ചികിത്സകൾ വരുമ്പോൾ അവർക്ക് വരുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വരാം അവർക്ക്.
So my approach is basically you should tell them clearly this is your diagnosis, ഇതാണ് സ്റ്റേജ്, ഇങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളത്, ആൻഡ് give them hope that Right. at whatever stage they are, there is hope. ഇപ്പൊ മാഡം ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ കപ്പിൾ ഓഫ് ഇയേഴ്സ് യു ആർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്യാൻസറിലാണ്. വൺ സൈഡ് പേഷ്യന്റ് ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരു വിഷമമുണ്ടാവും. ഒരു ഡോക്ടറുടെ മനസ്സിൽ എന്തായിരിക്കും? ഇപ്പൊ ഒരു പേഷ്യന്റ് ഇങ്ങനെ വന്നു, മാഡത്തിന് വിഷമം വരാറുണ്ടോ when you see such a patient? പലരും പറയും ലൈക്ക് നമ്മളൊരു പ്രൊഫഷണൽ ലെവലിൽ പേഷ്യൻസിനെ അപ്രോച്ച് ചെയ്യണം. Like I have people who have told you should not be too much connected to patients, but it is impossible. Like when you are a person, you are first a human being, then a doctor. So ഒരു patient വരികയാണ് and she comes with a diagnosis of cancer, and especially കുറച്ച് കൂടിയ സ്റ്റേജ് ആണ്, and when you know that her prognosis is not good, like ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഒക്കെ ആയിട്ട് വരികയാണ്, and especially in a younger age. ലൈക്ക് ഞാൻ 25 വയസ്സിൽ ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ട്. ഷീ ഹാഡ് സ്പ്രെഡ്, എല്ലായിടത്തും സ്പ്രെഡ് ആയിരുന്നു. ഹോൾ ഷീ ഹാഡ് ലങ് മെറ്റ്സ്, ബോൺ മെറ്റ്സ്, ലിവർ മെറ്റ്സ്, എവറിഥിങ്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഷീ ഹാഡ് ഗോൺ ഫോർ അതർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ലൈക്ക് ദാറ്റ് ഈസ് ഓൾസോ ഏരിയ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടച്ച് ഓൺ. Like she had gone for alternative options. She was told that there are other treatments. ശരിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് റൂട്ടിലല്ല വന്നത്. ഫൈനലി നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഷീ ഹാഡ് കം വിത്ത് കംപ്ലീറ്റ് സ്പ്രെഡ്, ബട്ട് ഷീ ഹാഡ് കം വിത്ത് സോ മച്ച് ഹോപ്പ്. ലൈക്ക് ആൾക്കാർ ഇത്രയും സ്പ്രെഡ് വന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വന്നിട്ടില്ല, ഇത് മാറും എന്നുള്ളൊരു രീതിയിലാണ്. ആൻഡ് ബട്ട് വെൻ വി സോ ഹർ, വി ന്യൂ ലൈക്ക് ഹർ ലൈഫ് ഇസ് ലിമിറ്റഡ്. And to tell her that it is very difficult. So initially we give her the treatment options, and ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി we do our best എന്നുള്ളതാണ്. And I had a lot of especially young breast cancer patients. Like I had one patient who was an IT professional working in Bangalore who had come to AIIMS. She had a very rare type of breast cancer called metaplastic cancer. It occurs in 1% of patients with breast cancer. So she was 36 years old, and she had a small young child who was 4 years old. And just similar, I had a boy who was that age. And she had, initially when she came to us, definitely it was an operable stage. But metaplastic cancer എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ വെറൈറ്റി ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. എന്തൊക്കെ നമ്മൾ ചെയ്താലും വീണ്ടും അത് സ്പ്രെഡിലോട്ട് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഷീ ബീങ് എൻ IT പ്രൊഫഷണൽ, ഷീ കുഡ് ഓഫ് കോഴ്സ്, ഇന്ന് ഗൂഗിൾ ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് നോളജ് അക്വയർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഷീ ഹാഡ് സീൻ സോ മെനി യൂട്യൂബ് വീഡിയോസ് ഓഫ് പേഷ്യൻസ് ഹു ഹാഡ് മെറ്റപ്ലാസ്റ്റിക് ക്യാൻസർ, and she knew how aggressive it was. Right. And she had the insight also, like her time might be limited, but let's hope for the best. So അങ്ങനെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ ഡെഫിനറ്റ്ലി our initial approach was to give maximum treatment, try to cure the disease. Even though it is an aggressive disease, നമുക്ക് എല്ലാ തരം ട്രീറ്റ്മെന്റും ചെയ്യാം, whatever possible നമുക്ക് ചെയ്യാം എന്നുള്ള പോലെ തന്നെ. Like I used to have very good contact with her. She would call me, she would bring her son. So I had that empathy with her. But whatever we did surgery, we gave her chemotherapy, we gave her radiation therapy. In spite of all that, after 1 year, she developed metastasis. And she had a very traumatic time. She had to suffer a lot of pain. And she would call me like she has this pain. So we had no option. We could give palliative care only at that time. Right. So that was, and sadly, like in 2 years, she had to go. She passed away, and it was very traumatic. Like whatever it is, like I saw her as a friend. I would not like to take her name, right, but I'm very close with their family also. I saw her as a friend, and especially because she had a child, I could connect with her. And it was really, for 1 week I had that trauma, right, like whatever we could do. And the thing is that she also knew it. She had accepted it. Like we had done whatever is possible, and her husband said at
her last words, like towards her passing away also, she was reminded of me, and she wanted to convey her best wishes and thanks for our efforts. So there is a level of connect that develops. Like എത്ര പ്രൊഫഷണൽ ആണെന്ന് വിചാരിച്ചാലും നമുക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല. Like I still get emotional when I talk about my patients. So there is a level of empathy, but I think that empathy is needed. Then only you can strive to give your best to patients. Like നമ്മള് ഒരു കണക്റ്റും ഇല്ലാണ്ട് I don't think a human can be a good doctor. So being a good human is more important when you are a doctor. ഐ തിങ്ക് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു പേഷ്യന്റ് വേദനയായിട്ടാണ് ഒരു ഡോക്ടറുടെ അടുത്ത് വരണേ, ആൻഡ് ആ ഡോക്ടർ കുറച്ചൊരു എമ്പത്തി, കുറച്ച് സമയം, കുറച്ച് നല്ല കൗൺസിലിംഗ് കൊടുത്താൽ പകുതി അസുഖം അവിടെ മാറിയെന്നാണ് മിക്ക പേഷ്യൻസ് പറയണത്. സോ ഐ തിങ്ക് യു ഡിഡ് ബെസ്റ്റ് ഫോർ ദ പേഷ്യന്റ് ഓർ ഫ്രണ്ട് ഓഫ് യോഴ്സ്, and she's watching you from above and blessing you for your further life. Thank you. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ മെയിൻ ടോപ്പിക്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു, കൺഫേംഡ് ആയി, മാഡം കൗൺസിൽ ചെയ്തു. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒരു പേഷ്യന്റിന് വരാം? സോ ബേസിക്കലി ബ്രസ്റ്റ് ക്യാൻസർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി മൊഡാലിറ്റി അപ്രോച്ച് ആണ്. ലൈക്ക് ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ. അതിൽ ഒരു പോർഷൻ ഓഫ് ഇറ്റ് ഇസ് സർജറി. ലൈക്ക് വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് സർജറി യു ഡു, വെദർ സർജറി ആണോ ആദ്യം ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ. സോ വൺ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് സർജറി. ദ സെക്കൻഡ് പാർട്ട് ഇസ് കീമോതെറാപ്പി. അതായത് ഏതൊക്കെ പേഷ്യൻസിലാണ് കീമോതെറാപ്പി വേണ്ടി വരിക, കീമോതെറാപ്പി ആണോ ആദ്യം കൊടുക്കേണ്ടത്, സർജറി ആണോ ചെയ്യേണ്ടത്. ആൻഡ് ദ തേർഡ് പാർട്ട് ഇസ് റേഡിയേഷൻ തെറാപ്പി. ആൻഡ് ഏതൊക്കെ പേഷ്യൻസിലാണ് റേഡിയേഷൻ തെറാപ്പി കൊടുക്കുക. ആൻഡ് ഫൈനലി ഇസ് ഹോർമോണൽ തെറാപ്പി ഇഫ് നീഡഡ്, അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള തെറാപ്പി. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്, സ്റ്റാർട്ടിംഗ് വിത്ത് സർജറി ഓർ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ആൻഡ് ഹോർമോണൽ തെറാപ്പി. എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് ആദ്യം കൊടുക്കുക എന്നുള്ളത്, ദർ ആർ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ലൈക്ക് ഒന്ന്, നമ്മൾക്ക് എന്ത് തരം ഡിസീസ് ആണ്, ഏർലി ഡിസീസ് ആണോ, അഡ്വാൻസ്ഡ് ഡിസീസ് ആണോ. വളരെ ഏർലി ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ ഒരു പക്ഷേ വി ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ സർജറി, ഇനീഷ്യൽ കീമോതെറാപ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. ലേറ്റർ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ യു മൈറ്റ് ഹാവ് ടു ഗോ ഫോർ കീമോതെറാപ്പി ഫസ്റ്റ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റേജ്. അതിലിപ്പോൾ നമ്മൾ ബയോപ്സി ചെയ്തു എന്ന് പറഞ്ഞു, ബയോപ്സിയിൽ IHC എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കേഴ്സ് വെച്ചിട്ട്, അപ്പൊ അതിൽ ഹോർമോൺ പോസിറ്റീവ് ട്യൂമേഴ്സ് ആണെങ്കിൽ, അഡ്വാൻസ്ഡ് അല്ല, ഹോർമോൺ പോസിറ്റീവ് ട്യൂമേഴ്സ് ആണെങ്കിൽ the response to chemotherapy won't be that great. But in triple negative, when all the markers are negative, or there is a variety called HER2/neu positive, അതില് കീമോതെറാപ്പിയുടെ റെസ്പോൺസ് വളരെ ഹൈ ആണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് പ്രിസർവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി കൊടുത്തിട്ട് ട്യൂമർ സൈസ് കുറയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എസ്പെഷ്യലി അങ്ങനത്തെ പേഷ്യൻസിന്, ആൻഡ് ഇഫ് ദേ ആർ ഇൻ ദ വെറൈറ്റി ഓഫ് being more sensitive to chemo, being responsive to chemo, you can give chemotherapy first. എന്നിട്ട് ട്യൂമർ സൈസ് കുറഞ്ഞതിന് ശേഷം യു ക്യാൻ ഗോ ഫോർ സർജറി. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് അതേപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡ് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ദെൻ ദർ ഇസ് നോ റോൾ ഫോർ സർജറി, യു വിൽ ഗോ ഫോർ പാലിയേറ്റീവ് കീമോതെറാപ്പി. സോ എന്ത് സ്റ്റേജിലാണ് പേഷ്യന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ ടു ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്നിട്ട് അതിൽ തന്നെ ട്യൂമറിന്റെ സൈസ് അനുസരിച്ചിട്ടും എന്ത് ടൈപ്പ് ആണെന്നുള്ളതിനനുസരിച്ചിട്ടും പേഷ്യന്റിന്റെ അപ്രോച്ച് എങ്ങനെയാണ്, പേഷ്യന്റിന്റെ ബ്രസ്റ്റ് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ കീമോ ഫസ്റ്റ് ആൻഡ് ഡിക്രീസ് ദ സൈസ്, ദെൻ ഗോ ഫോർ സർജറി. സർജറിക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇനീഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് വാസ് ടു റിമൂവ് ദ ഹോൾ ഓഫ് ദ ബ്രസ്റ്റ്. കക്ഷത്തിലത്തെ കഴകളെല്ലാം റിമൂവ് ചെയ്യുക, ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക, മസിൽസും കൂടി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏർലിയസ്റ്റ് തിങ്കിങ് ആയിരുന്നത്. ദാറ്റ് ഈസ് ടു ഇറാഡിക്കേറ്റ് ദ ഡിസീസ്. ബട്ട് വിത്ത് അഡ്വെന്റ് ഓഫ് കീമോതെറാപ്പി, അഡ്വെന്റ് ഓഫ് റേഡിയേഷൻ തെറാപ്പി, നമുക്ക് മുഴുവനായിട്ട് മാറി നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ട്യൂമർ അലോങ് വിത്ത് എ ഗുഡ് മാർജിൻ, ലൈക്ക് 1 centimeter മാർജിൻ ഗ്രോസ്ലി നമ്മൾ എടുക്കുകയാണെങ്കിൽ, നെഗറ്റീവ് മാർജിൻ അറ്റൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. അതായത് മുഴുവൻ ബ്രസ്റ്റ് നീക്കം ചെയ്യാണ്ട് ട്യൂമറും അതിന്റെ ചുറ്റുള്ള കുറച്ച് ടിഷ്യൂം കൂടിയിട്ട് നീക്കം ചെയ്തിട്ട്
എന്നിട്ട് ക്ലോസ് ചെയ്യാനുള്ളത്. Right. അപ്പം അതിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ലൈക്ക് എസ്പെഷ്യലി യങ് ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരികയാണ്. അപ് ടു 15-20% ഇസ് ബീങ് റിപ്പോർട്ടഡ് യങ് ബ്രസ്റ്റ് ക്യാൻസർ 40 ഇയേഴ്സിന് താഴെ. അവർക്ക് ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാന്നുള്ളത് ഡെഫിനറ്റ്ലി അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ലൈക്ക് അവരുടെ അപ്പിയറൻസിനും പുറത്ത് പോകുമ്പോൾ നമുക്കൊരു പ്രോസ്തെറ്റിക് ബ്രാ യൂസ് ചെയ്യേണ്ടി വരിക, അങ്ങനത്തെ ഒരു ഇമ്പാക്ട്, ഇന്റിമസിയിൽ വരുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് വരുന്നുണ്ട് ഫുള്ളി ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പൊ അവർക്കുള്ള എസ്പെഷ്യലി ഏർലി സ്റ്റേജ് ആണെങ്കിൽ, ചെറിയ ട്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മുഴുവനായിട്ട് മാറി നീക്കം ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അഥവാ യങ് പേഷ്യൻസിൽ നമുക്ക് മുഴുവനായിട്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ട്യൂമർ സൈസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ട്യൂമർ പല ഭാഗങ്ങളിലുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് മുഴുവനായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നാലും അതിന് ഒരുപാട് റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ഫ്ലാപ്സ്, നമുക്ക് പേഷ്യന്റിന്റെ സ്വന്തം ടിഷ്യൂ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലാപ്സ് ഉണ്ട്, ഫ്രീ ഫ്ലാപ്സ് ഉണ്ട്. വേറെ ഭാഗങ്ങളിൽ അടിവയറ്റിൽ നിന്നുള്ള ടിഷ്യൂ കൊണ്ടുവന്നിട്ട് ഇവിടെ യോജിപ്പിച്ച് വെക്കുക എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ പ്രോസ്തെസിസ്, അതായത് ഇംപ്ലാന്റ്സ് വെച്ചിട്ടുള്ള ബ്രസ്റ്റ് ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ എസ്പെഷ്യലി ഇൻ ദ യങ്ങർ ഗ്രൂപ്പ്, ആൻഡ് ഞാൻ പറയുന്നു നോട്ട് ഓൺലി ഫോർ യങ്ങർ, like even at 50 years, if the patient is outgoing, socially outgoing, it is their personality that is that decides. Like at AIMS നമ്മൾ total breast reconstruction ചെയ്ത ഫ്രീ ഫ്ലാപ്സ് വെച്ചിട്ട് ചെയ്ത ഒരു ലേഡി, she was 53 years, but she was very outgoing, ഒരു ടോപ്പും ജീൻസും വെയർ ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. So for her it is important, like the asymmetry would affect her psychologically. So for her we did total breast reconstruction. So basically it is not just age, it is based on how it would impact you, and mostly it causes a psychological impact in most of the women. So that is the surgical part, like the type of surgery. You have either mastectomy, മുഴുവൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ട്യൂമറും അതിന്റെ ചുറ്റുള്ള ഭാഗവും റിമൂവ് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. That is about breast. Now when you go for axillary management, like കക്ഷത്തിലത്തെ കഴലകൾ, നമ്മൾ ഇനീഷ്യലി മുഴുവൻ കക്ഷത്തിലത്തെ കഴലകളും നീക്കം ചെയ്യാന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഭാവിയിൽ കയ്യിൽ നീര് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്, ലിംഫെഡീമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്കൊരു ലൈഫ് ലോങ് പ്രിക്കോഷൻ വേണ്ടി വരും കയ്യിൽ നീര് വരാണ്ടിരിക്കാനായിട്ട്. കട്ട്സ് അവോയ്ഡ് ചെയ്യണം, ബേൺസ് അവോയ്ഡ് ചെയ്യണം, ഹെവി വർക്ക് ചെയ്യാൻ പാടില്ല ആ കൈ വെച്ചിട്ട്. ജീവിതകാലം മുഴുവനില് സാമ്പിളിങ്, ബ്ലഡ് സാമ്പിളിങ് ചെയ്യാൻ പാടില്ല, പ്രിക്സ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് ഇപ്പൊ വന്നതാണ് സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. അപ്പൊ അതിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡൈസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡ്രെയിനിങ് ലിംഫ് നോഡ്, ഏത് ലിംഫ് നോഡിലോട്ടാണോ ആദ്യമായിട്ട് ക്യാൻസർ വരുന്നത് ആ ലിംഫ് നോഡ്സ് നമ്മൾ ആ സമയത്ത് ബയോപ്സിക്ക് വിടുന്നു. 20 മിനിറ്റ്സിൽ ബയോപ്സി കിട്ടുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, ഫ്രോസൺ സെക്ഷൻ. ആ ബയോപ്സി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മുഴുവൻ കഴലകൾ നീക്കം ചെയ്യുന്നു, പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്നു, ബാക്കി കഴലകൾ നീക്കം ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. ഇപ്പൊ സർജിക്കലി ഇതാണ് ന്യൂവർ അഡ്വാൻസസ് ആയിട്ട് വന്നിട്ടുള്ളത്, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. സോ കറന്റ്ലി ടോട്ടൽ മാസ്റ്റെക്ടമി ഒരു ഡെഫിനിറ്റ് ഓപ്ഷൻ അല്ല. There are good chances that people can retain their Yes, definitely. breast. Like currently in Thrissur itself, in Thrissur Medical College, they had given out a report in which like how much patients are affected with early and late breast cancer. So in that 50% of our patients were advanced, like stage 3 or 4, locally advanced breast cancer ആയിരുന്നു. പക്ഷെ 50% were early breast cancer. So early ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഡെഫിനറ്റ്ലി there is an option of conserving the breast if the patient is enthusiastic, if the patient has a desire. So അങ്ങനത്തെ പേഷ്യൻസിന് ഡെഫിനറ്റ്ലി there should be an option. However, the breast conservation rate വളരെ കുറവാണ്. ലൈക്ക് വെസ്റ്റേൺ കൺട്രീസിൽ 60% ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസും ബ്രസ്റ്റ് കൺസർവ് ചെയ്തിട്ടുള്ള സർജറി ആണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ഇന്ത്യ ഇറ്റ് ഇസ് റിപ്പോർട്ടഡ് ആസ് ലോ ആസ് 15%. So that is the disparity. But it is not that Indian women do not want to preserve a breast. They are not given an option. So, but it is picking up. Like there are a lot of centers who are taking up breast conservation surgeries, but it is very variable. Like there are centers who have as high as 60%. There are centers who have as low as 1%. So there is a disparity that has to be addressed.
and especially young women should have that idea that they have an option of breast conservation surgery, provided the tumor and factors, Stage. the biopsy, the stage, Right. the IHC and all permits, they can go for conservation surgeries also. ഇപ്പൊ മാഡം സർജറിയെ പറ്റിയൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഒരു പേഷ്യന്റിന് മനസ്സിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറൽ പബ്ലിക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് മനസ്സിലുള്ള ഞാൻ എത്ര കാലം ജീവിക്കും, ഇതിന് സർവൈവർഷിപ്പ് ഉണ്ടോ, എന്താണ് മാഡത്തിന്റെ എക്സ്പീരിയൻസ്? ഹൗ ബാഡ് ക്യാൻ ബ്രസ്റ്റ് ക്യാൻസർ ബി ഓർ ക്യാൻ വി ഹാവ് എ ഗുഡ് സർവൈവൽ റേറ്റ്? So when you say how bad, I would say how good it can be also. Right. Like we had patients, നമുക്കൊരു 15-20 years കഴിഞ്ഞിട്ടും റെഗുലർ ഫോളോ അപ്പിന് വരുന്ന പേഷ്യൻസ് ഉണ്ട്. സോ ബ്രസ്റ്റ് ക്യാൻസർ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ സിനാരിയോയിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. അത് സർജറി സൈഡിലായാലും കീമോതെറാപ്പി സൈഡിലായാലും ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആയാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് definite follow-up is required. Lifelong follow-up is required for breast cancer. So initial survival decide is definitely the stage of the disease. Like early stage of a disease has a survival as high as 92 to 95% at 10 years. But when the stage of the disease increases, like stage 3, stage 4, definitely stage 4 may have a 5-year survival of as low as 20%. Okay. And there are a lot of factors like നമ്മൾ ട്യൂമറിൽ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, ഹോർമോൺ പോസിറ്റീവ് ട്യൂമേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള പ്രോഗ്നോസിസ് ആണ്. ഹോർമോൺ നെഗറ്റീവ്, ട്രിപ്പിൾ നെഗറ്റീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ HER2 ന്യൂ പോസിറ്റീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ് കുറച്ചും കൂടി അഗ്രസീവ് ആണ്. അപ്പം അവർക്ക് ഇനീഷ്യൽ 2 years റിക്കറൻസ് റേറ്റ്സ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. വീണ്ടും വരാനായിട്ടുള്ള ലോക്കലായിട്ടോ അതോ ഡിസ്റ്റന്റ് ആയിട്ടോ എവിടെയെങ്കിലും റിക്കറൻസ് വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ 2 തരം സർവൈവൽ ആണ് നോക്കുക. ഒന്ന് ഓവറോൾ സർവൈവ് ദ ഡിസീസ് ഓർ നോട്ട്. നെക്സ്റ്റ് ഇസ് വെദർ യു ഹാവ് ഡിസീസ് ഫ്രീ സർവൈവൽ, ഡിസീസ് ഇല്ലാണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു സർവൈവൽ ഉണ്ട്. സോ വിത്ത് ദ കറന്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ്, ഇഫ് എ പേഷ്യന്റ് ഹസ് ടേക്കൺ ഓൾ ദ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ദാറ്റ് ഹാവ് ടു ബി ടേക്കൺ, they have a very good survival of at least 90% in general. Okay. But when the stage of the disease advances, definitely the survival decreases to 60% and even 20% in stage 4. But when you have treatment options available, നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസും യൂട്ടിലൈസ് ചെയ്യുക, എല്ലാ ട്രീറ്റ്മെന്റ് പോസിബിലിറ്റീസും ചെയ്യുക. അതിനുശേഷം we give it our best. That is what I have to tell our patients. At whatever stage we are in, we should give it our best, because നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്സ്. സോ വട്ട് എവർ ലൈഫ് വി ഹാവ്, വട്ട് എവർ ലൈഫ് വി വോണ്ട് ടു അച്ചീവ്, ദാറ്റ് ഈസ് എവറിഥിങ് ഇസ് പോസിബിൾ ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ഇസ് നോട്ട് എ ഫേറ്റൽ ഡിസീസ് when you diagnose it at early stage. Okay. നമുക്ക് പക്ഷേ ലൈഫ് ലോങ് ഫോളോ അപ്പ് ഇസ് റിക്വയർഡ്. എവറി ഇയർ യു ഹാവ് ടു ഗെറ്റ് എ മാമോഗ്രാം ഡൺ. എവറി ഇയർ ചെക്കപ്പ് നടത്തണം, സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടോ എന്നുള്ളത് കെയർഫുൾ ആയിരിക്കണം. But at the same time, you can live a completely normal life when you have finished treatment. Right. So I want to tell patients that breast cancer is a disease which is treatable, which is curable. Right. But you have to maintain very good follow-up. Right. ഇപ്പൊ മാഡം നേരത്തെ കുറച്ച് സമയം മുമ്പ് കുറച്ചൊരു ഇമോഷണലി ഡിസ്റ്റർബിങ് ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോ സർവൈവർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലേഡി ഹു ഇസ് സെലിബ്രേറ്റിംഗ് ലൈഫ് റൈറ്റ് നൗ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റോറി മാഡത്തിന്റെ ലൈഫിലുണ്ടോ? Definitely. I would take this opportunity to tell about Chandrima. എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, എയിംസ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു. She was 34 years at diagnosis when she was diagnosed with cancer. And it was not at a very early stage. It was, she had lymph node positivity. കുറച്ച് വലിയ ട്യൂമർ ആയിരുന്നു. നമുക്ക് ഫുൾ ബ്രസ്റ്റ് എടുക്കേണ്ടി വന്നു. But we had given the options of reconstruction also, and she opted for total breast reconstruction. അപ്പം ഫുള്ളി ആയിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തിരുന്നു. സ്വന്തമായിട്ടുള്ള ടിഷ്യൂസ് വെച്ചിട്ട് തന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തു. കീമോതെറാപ്പി എല്ലാം എടുത്തു, റേഡിയേഷൻ എല്ലാം എടുത്തു. ബട്ട് ഷീ വാസ് എ വെരി കരിസ്മാറ്റിക് ലേഡി. ലൈക്ക് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും
പിന്നീട് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ക്ലിനിക്കിൽ വന്നിട്ട് ബാക്കിയുള്ള പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാനും. ആൻഡ് കറന്റ്ലി ഷീ ഈസ് പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ് ക്യാൻസർ ടീം ഇൻ എയിംസ് ഡൽഹി. ആൻഡ് കറന്റ്ലി ബിക്കോസ് October is a breast cancer awareness month, there was a program that was being conducted at AIIMS Delhi and she had an active participation in it. So I think at patient level, like people like her should come up to motivate other patients also, Right. and tell them that it is not the end of life. Like you have a very good treatment options available, and after treatment you can live a completely normal life. So അതുപോലെയുള്ള സർവൈവേഴ്സ് ഒരുപാട് സർവൈവേഴ്സ് ഉണ്ട്. യങ് പേഷ്യൻസ് ഉണ്ട്, എൽഡർലി പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് എൽഡർലി ആയിട്ടുള്ള 70 years പ്ലസ് ആയിട്ടുള്ള പേഷ്യൻസും റെഗുലർ ഫോളോ അപ്പിന് വരുന്ന ഫീമെയിൽസ് ഉണ്ട്. Right. So I thank all my patients to give me such an environment in which they give us feedback. എന്തൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോസസ്, അവർക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ഫേസ് ഉണ്ടായിരുന്നത്, എല്ലാം അഡ്രസ് ചെയ്യാനായിട്ട്. So I think survivorship is also a big thing. Right. And people should promote like അവരുടെ ജേർണി എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ Right. it would give very good encouragement to patients who get newly diagnosed. I think that's a good idea. We may use MedVentures platform Definitely. to give awareness that survivorship post cancer. So I'm glad to know ഇത്. I think ഇത് കേട്ട് കഴിയുമ്പോൾ I think ഇപ്പോൾ ഞങ്ങളുടെ വ്യൂവേഴ്സിൽ വല്ലവർക്കും വന്നാൽ അല്ലെങ്കിൽ ഓൾറെഡി സഫറിങ്, I think this gives them hope, and I'm glad that breast cancer can be controlled. Definitely. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വ്യൂവേഴ്സ് ഇതെല്ലാം കേട്ടു, ഞാനും കേട്ടു. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരാഗ്രഹം, ഇത് വരാതിരിക്കാൻ മാഡം എന്താ ചെയ്യാൻ പറ്റുക? ഇതിന് എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് ഉണ്ടോ? സോ വരാതിരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ്. നമുക്ക് നമ്മുടെ ബ്രസ്റ്റിനെ പറ്റിയിട്ട് എല്ലാ ഫീമെയിൽസും ഷുഡ് ബി അവെയർ. ആൻഡ് വെൻ ഐ സേ ഫീമെയിൽസ്, ഡെഫിനറ്റ്ലി മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, ഈവൻ ദോ റെയർ. സോ മെയിൽസിലായാലും ബ്രസ്റ്റിൽ എന്തെങ്കിലും നോഡ്യൂൾസ് കാണുകയാണ്, ചെസ്റ്റിൽ എന്തെങ്കിലും തടിപ്പ് തോന്നുകയാണെങ്കിൽ ദേ ഷുഡ് ഓൾസോ അപ്രോച്ച് എ ഡോക്ടർ. But because it mainly affects females, the first thing is that they should examine their breasts regularly. So the recommendation is 40 years, definitely 40 years മുകളിൽ എല്ലാ ഫീമെയിൽസും എല്ലാ മാസവും ബ്രസ്റ്റ് സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യണം. സോ അതിൻ്റെ എപ്പോഴാണ് ഫേവറബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻസ്ട്രൽ പീരിയഡ്സ് കഴിയണോട് കൂടിയിട്ടാണ് is the ideal timing for self breast examination. So we have some techniques for self breast examination also. You can go in a dial of a clock method. ഒരു പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് യൂസ് യുവർ 3 fingers ടു എക്സാമിൻ ദ ബ്രസ്റ്റ്. ഫ്ലാറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് നോക്ക്. എന്തെങ്കിലും നോഡ്യൂൾസ്, ചെറിയ തടിപ്പുകളോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഡു നോട്ട് ഹെസിറ്റേറ്റ്, ഗോ ടു എ ഡോക്ടർ ഇമീഡിയറ്റ്ലി. സോ അതിൽ ആൻസൈറ്റി വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഏർലി യങ് ആയിട്ടുള്ള ഫീമെയിൽസിൽ യൂഷ്വലി ബിനൈൻ ആയിട്ടുള്ള നോൺ ക്യാൻസറസ് ആയിട്ടുള്ള തടിപ്പുകളായിരിക്കാം കോമൺലി കാണുക. ബട്ട് സ്റ്റിൽ യു ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവുക, ഒരു സർജന്റെ അടുത്ത് പോവുക, ഇവാലുവേറ്റ് ചെയ്യിക്കുക. അങ്ങനെ ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഇമേജിങ്, ഫർദർ ടെസ്റ്റുകൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അഡ്വൈസ് ഗെറ്റ് ഇറ്റ് ഡൺ. ലൈക്ക് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ഗോ ഫോർ ഇമേജിങ് ഓൾസോ. സ്കാനിങ്ങുകൾ, മാമോഗ്രാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം ചെയ്യാം. ആൻഡ് ഇൻ കേസ് നമുക്കതൊരു ബയോപ്സി ചെയ്യേണ്ടി വന്നു, ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു ഡയഗ്നോസിസ് വന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു നോട്ട് ഗെറ്റ് സ്കേർഡ്. അതൊരു ട്രീറ്റബിൾ ഡിസീസ് ആണ്. നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ദർ ആർ സോ മെനി പീപ്പിൾ ടു സപ്പോർട്ട് യു. സോ ഐ വോണ്ട് ടു ഗിവ് ഓൾ വിമൻ ഹു ഹാവ് ബീൻ ഡയഗ്നോസ്ഡ് ഓർ ഹു ഹാവ് എ പോസിബിലിറ്റി ഫോർ breast cancer, so do not get scared. We are all with you. There are a lot of treatment options available, and it is a curable disease. ഇനിയൊരു കാര്യം എനിക്ക് സ്ട്രെസ് ചെയ്യാനുള്ളത്, ഇങ്ങനൊരു ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ട്രീറ്റ്മെന്റ്. ലൈക്ക് ഡു നോട്ട് ഗോ ഫോർ എനി അതർ ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ്. ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് തെറാപ്പി ടു ക്യാൻസർ. ലൈക്ക് ക്യാൻസറിന് ഒരുപാട് സയന്റിഫിക് റിസർച്ച് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് പ്രോട്ടോകോൾ എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്. സോ ദർ ആർ പേഷ്യൻസ്, എൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് യങ് ആയിട്ടുള്ള പേഷ്യൻസ്, വെരി യങ് പേഷ്യൻസ്
they come to us with breast cancer, but somewhere down the line they get influenced by people and they go for alternative therapies. And they are being told like പറയും ട്രീറ്റ്മെന്റ്സ് എടുക്കും, അവരെന്തെങ്കിലുമൊക്കെ ചികിത്സകളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ ട്യൂമർ ഇങ്ങനെ ഫംഗേറ്റ് ചെയ്തുകൊണ്ട് വരും. ട്യൂമറൊക്കെ പൊട്ടി വരുമ്പോൾ അത് ട്യൂമർ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് പറയും ട്യൂമർ പുറത്തോട്ട് വരികയാണ്, പുറത്ത് വന്ന് ഇല്ലാണ്ടാവാണ്, അങ്ങനെ സ്കിൻ ചേഞ്ചസ് ഒക്കെ വരുന്നു. ബട്ട് ഇറ്റ് ഇസ് എ മാർക്കർ ഓഫ് ദ ട്യൂമർ ബീങ് അഡ്വാൻസ്ഡ്. And later they come to us like with advanced disease when we can do nothing. There the options are very limited. So ഒരു breast cancer എന്ന diagnosis വരികയാണെങ്കിൽ do come for treatment. There are very good treatment options available based on scientific research, and do not go for any other alternative therapies. There is no alternative therapy to cancer. Like in cancer there is a very good structured treatment option that is available. ഞാൻ പറയാണ്, ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് എടുക്കണം. വാട്ട് എവർ ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ്, യു ഷുഡ് ടേക്ക് ട്രീറ്റ്മെന്റ് ആൻഡ് ഇറ്റ് വുഡ് ഗിവ് എ വെരി പോസിറ്റീവ് റിസൾട്ട്. ഐ തിങ്ക് മാഡം പറഞ്ഞ പോയിന്റ് ഒരു വെരി വാല്യുബിൾ പോയിന്റ് ആണ്. എസ്പെഷ്യലി നാട്ടിൽ എന്ന് പറഞ്ഞ ഏരിയയിൽ, നാട്ടില് ദർ ഇസ് കണ്ടമാനം ഓപ്ഷൻസ്, റിലേറ്റീവ്സിന്റെ പ്രഷർ, ഫേക്ക് ന്യൂസ്, ഫേക്ക് ട്രീറ്റ്മെന്റ്സ്, ക്വാക്സ്, ഇവരൊക്കെ പേഷ്യന്റിനെ എങ്ങനെയോ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റോങ് ട്രീറ്റ്മെന്റ് പോകാറുണ്ട്. സോ ഐ തിങ്ക് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റബിൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് സേഫ് എന്ന് കേട്ടതിൽ വെരി ഹാപ്പി ടു നോ ദാറ്റ്. സോ ആഫ്റ്റർ ദിസ് വെരി ഇൻഫോർമേറ്റീവ് സെഷൻ മാഡം, ഇപ്പോൾ കണ്ടമാന MBBS ആസ്പിറൻസ് ഞങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ട്. സോ അവർക്ക് കുറച്ച് പോയിന്റേഴ്സ് ദാറ്റ് ഇനി സർജറി എടുക്കാൻ, എസ്പെഷ്യലി ഇഫ് യു ഹാവ് ഫീമെയിൽ ആസ്പിറൻസ്, വാട്ട് ആർ യുവർ ഫ്യൂ advice to them to take up surgery? So my advice to young aspirants, especially girls who would like to take up surgery is definitely a very promising field, but you have to be passionate about it. Like if you have the passion for surgery, the hectic hours of work and your training, definitely it is tiring. The initial period is definitely very tiring, and you need to have that passion so that you enjoy your work. Right. So if you have that passion, definitely surgery is a very promising field. There are a lot of specializations in surgery, and the amount of satisfaction you get when you cure a patient with surgery, there is nothing more rewarding. True. So definitely surgery is a very good stream for all aspirants, and definitely for female surgeons, I would like to give my advice to all the youngsters to take up surgery. So you would want more female surgical society members? Definitely, because I think they can connect at a more empathetic level with female patients. And even though the era has progressed, there are a lot of women who still do not go to a surgeon with problems in the breast especially. Right. They would rather go to a gynecologist but not a surgeon because of that stigma. Right. So I think if definitely the mindset of people should change, but till then I think if there are more females, it would help females who to diagnose diseases better and earlier. Okay. So thank you madam for all this wonderful advice, and I hope more and more girls join the surgical field. And I think you have given us a very comprehensive approach on how breast cancer can be treated. പിന്നെ എങ്ങനെയാണ് മോഡേൺ മെഡിസിൻ ഇതിൽ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് തെറപ്പിക്ക് പോവാതെ നോക്കുക, മോഡേൺ മെഡിസിനിൽ ക്യൂറബിൾ ആണെന്ന് മനസ്സിലാക്കി തന്നതിൽ നന്ദി. സോ ഐ വിഷ് യു യുവർ കംപ്ലീറ്റ് ടീം അറ്റ് ജെം ഹോസ്പിറ്റൽ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്, ആൻഡ് മേ യു മേക്ക് more happier and healthier lives in the future. Thank you so much. Thank you for coming.